അത്തംനാളിൽ പാലക്കാട് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ താമര സദ്യയൊരുക്കി. താമരയും തണ്ടും ഇലയും ഉപയോഗിച്ചാണ് വിഭവസമൃദ്ധമായ സദ്യയൊരുക്കിയത്. താമരപ്പൂ തോരനും താമരത്തണ്ട് കറിയുമുള്ള സദ്യ വ്യത്യസ്തമായി മാറി. രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ നിന്നും സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാടെങ്ങും ഓണാഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് അത്തം ഒന്നാണ്. പാലക്കാട് രാമശ്ശേരിയിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു താമര സദ്യ ഒരുക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. പ്രധാനമായും ഗാന്ധി ആശ്രമത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ താമര സദ്യ ഒരുക്കുന്നത്. ആ താമര സദ്യ ഒരുക്കുന്ന പ്രധാന പാചകക്കാരൻ തന്നെ ചേർന്നു. എന്താണ് ഇത്തരത്തിലൊരു സദ്യക്ക് കാരണം? ഇത് പുരാതന കാലത്തെ പത്മഭോജനം എന്ന പേരിലുണ്ടായിരുന്ന താമര വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യയാണ്. അതായത് അത്തം നാളിൽ ഒരു ഓണാഘോഷത്തിൻ്റെ തുടക്കത്തിലാണ് സാധാരണയായി ഈ കുറച്ച് കാലം മുമ്പ് നാട്ടിൽ ഇത് ചെയ്തിരുന്നത്. അതുകൊണ്ട് ചെയ്യുന്നുള്ള അത്തം നാളെന്നുള്ള പ്രത്യേകതയല്ല. അപ്പോൾ ഇന്ന് നമ്മൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ പാലക്കാട് രാമശ്ശേരി ഗാന്ധി ആശ്രമവും കോട്ടയം വെള്ളൂർ നവജീവനം ട്രസ്റ്റും ചേർന്നിട്ടാണ് ഈ താമര സദ്യയെ പുനരാവിഷ്കരിക്കുന്നത്. ഈ താമര സദ്യ ഒരുക്കാനുള്ള ഒരു പ്രധാന കാരണം, താമര എന്ന് പറയുന്നത് പ്രകൃതിയിലെ വളരെയധികം ഗുണങ്ങളുള്ള, പോഷക ഗുണങ്ങളുള്ള, ഔഷധ ഗുണങ്ങളെന്ന് ഞങ്ങൾ പറയാറില്ല, പോഷക ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് താമര. അതിൻ്റെ ഈ ചേറിൽ നിന്ന് സ്വീകരിക്കുന്ന ഏറ്റവും നല്ല പോഷകങ്ങളെ വളരെ വലിയ ഫിൽട്രേഷനിലൂടെ താമരപ്പൂവും ഇലയുമാക്കി മാറ്റി അതിനെയാണ് നമ്മൾ ഇവിടെ സദ്യക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ താമര പൂത്തോരൻ, താമര ഇലത്തോരൻ, താമര തണ്ട് കൊണ്ടുള്ള സാമ്പാർ, അതുപോലെ താമരക്കിഴങ്ങ് കൊണ്ടുള്ള കറി, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. എത്ര വിഭവം? 12 താമര വിഭവങ്ങളും പിന്നെ അതുകൂടാതെ നമ്മുടെ ചോറും മറ്റ് അവിയൽ പോലുള്ള കറികളും ചേർത്തിട്ട് 18 വിഭവങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കുന്നത്. പായസമുണ്ട്? പായസമുണ്ട്. പായസം താമര പായസമല്ല. പായസം എന്ന് നമ്മൾ കൂവപ്പായസമാണ്, കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പായസം. ഈ മുൻപും ഈ പ്രചരണം നടത്തിയിരുന്നു താമര സദ്യ? പ്രചരണമല്ല, കഴിഞ്ഞ വർഷം നമ്മൾ കോട്ടയം വെള്ളൂർ നവജീവനത്തിൽ താമര സദ്യ ആദ്യമായി നടത്തിയത്. അപ്പോൾ അതിന് വളരെ ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത്. അപ്പോൾ ഈ വർഷം ഗാന്ധി ആശ്രമം ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ, ഇതിൻ്റെ ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വെള്ളൂർ നവജീവനം ട്രസ്റ്റും ഗാന്ധി ആശ്രമവും ചേർന്നാണ് ഇപ്പോൾ ഈ ഗാന്ധി ആശ്രമമായ രാമശ്ശേരി ആശ്രമത്തിൽ വെച്ച് ഇത് നടത്തുന്നത്. എന്തായാലും വ്യത്യസ്തമായ ഒരു സദ്യ തന്നെയാണ് പാലക്കാട് രാമശ്ശേരിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും താമരയുടെ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.